ക്യാൻസർ ഞാൻ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ടേർണിംഗ് പോയിന്റിൽ എത്തിയിരിക്കണു. ഇപ്പോൾ നിങ്ങൾ ഈ കണക്ഷനിൽ മുമ്പോട്ടാണ് പോവാൻ പോണത്, അതല്ലച്ചാ ഈ റിലേഷൻഷിപ്പ് ഇവിടെ തന്നെ വെച്ചിട്ട് എൻഡ് ചെയ്യാൻ പോവാണോ? ഈ തീരുമാനമാണ് നിങ്ങൾ എടുക്കാൻ പോണത് ഈ മാസം. അപ്പോൾ എന്താണ് ഈ സിറ്റുവേഷൻ, എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം, എന്താണ് ഇവരുടെ ഫീലിങ്സ്, അതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ് നമ്മൾക്ക് തുടങ്ങാം. എന്താണ് മെസ്സേജസ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോ ക്യാൻസർ എന്താണ് നിങ്ങളുടെ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ ബാധിക്കില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണത് നിങ്ങൾ എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമന്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ക്യാൻസർ ഞാൻ കാണുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സന്റെ ഇടയിൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആണ്. ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, അതല്ലച്ച അങ്ങനത്തെ ഒരു സ്ഥിതി വന്നിരിക്കണോ, ബ്രേക്കപ്പ് മാതിരി ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ. അപ്പൊ എന്താണ് ഇവിടെ പ്രശ്നം, എന്താണ് ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പൊ ചില കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടായിരിക്കും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം, അതല്ലച്ച എന്തോ കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും അഗ്രി ചെയ്തുകൊണ്ടായിരിക്കാം. ഞാൻ ഇവിടെ കാണുന്നത് ഒരു മോസ്റ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ്, ഒരു ഹാർട്ട് ബ്രേക്ക് എനർജി കാണാണ്ട് നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ ഒരു പേടിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഗിവ് അപ്പ് ചെയ്യണം എന്നില്ല, പക്ഷെ ഒരു പേടി എന്താ വെച്ചാൽ ഇത് വർക്ക് ആവോ, ഇത് ശരിയാവോ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ എന്നെ ചൂസ് ചെയ്യോ. എന്താ വെച്ചാൽ നിങ്ങൾ പ്രാക്ടിക്കലി ആണ് ഇപ്പൊ ചിന്തിക്കണേ, നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കണു. നിങ്ങളുടെ മനസ്സിൽ കുറെ ചോദ്യങ്ങളുണ്ട് ഈ പേഴ്സണ് വേണ്ടിയിട്ട്, കുറെ ഡൗട്ട്സ് ഉണ്ട്, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം, പക്ഷെ അതിന്റെ ആൻസേഴ്സ് ഒന്നുമില്ല. ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് അവർ മാരീഡ് ആയിരിക്കാം, കുട്ടികൾ ഉണ്ടാവാം. അതല്ലച്ചാ മേ ബി നിങ്ങൾ മാരീഡ് ആണെച്ചാ അതും ആവാം, പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ ആണ് മാരീഡ് എന്ന്. ഇവിടെ ഞാൻ കാണുന്നത് അവരുടെ ലൈഫിൽ ചില പ്രോബ്ലംസ് ഉണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഇതൊരു ട്രാവൽ എനർജിയും ഇവിടെ കാണാണ്ട്. അപ്പൊ മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും ആവാം. എന്നാലും അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്, കുറെ റെസ്റ്റ്ലെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ റിലേഷൻഷിപ്പ് നല്ലതായി പോവുണ്ട്, പിന്നെ സഡൻലി ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് പറഞ്ഞ ഒരു വർക്ക് ആവാത്ത സിറ്റുവേഷൻ വരെ എത്തും. ഞാൻ കാണുന്നത് ഇവിടെ എന്തായാലും ഇപ്പോ ഒരു ഹാർട്ട് ബ്രേക്ക് എനർജിയാണ് കാണുന്നത്. അപ്പോ തൽക്കാലം നിങ്ങൾ രണ്ടാളുടെയും ഇടയിലത്തെ സിറ്റുവേഷൻ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ കാരണം മേ ബി നിങ്ങൾ രണ്ടാളും ഒരു നോ കോണ്ടാക്റ്റിലും ആവാം, അല്ലച്ച എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു സെപ്പറേഷൻ ഉണ്ടായിണ്ടാവും. അപ്പൊ എന്താണ് ഇവിടെ പാസ്റ്റിന്റെ എനർജി, പാസ്റ്റില് നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ ഞാൻ കാണുന്നത് ആ തേർഡ് പാർട്ടിയാണ്. അപ്പൊ ഇത് പാസ്റ്റിലും നിങ്ങൾക്ക് അറിയണ്ടായിരുന്നു ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടെന്ന്. നിങ്ങൾ രണ്ടാളും മീറ്റ് ചെയ്തത് വർക്കിന്റെ ത്രൂ ആയിരിക്കാം, ഓർ ഇതൊരു റീകണക്ഷൻ ആവാം. വർക്ക് അല്ലച്ചാ മേ ബി നിങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയം ഉണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി, കോമൺ ഫാമിലി എനർജീസ് ഉണ്ടാവാം. അപ്പോ അങ്ങനെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ഞാൻ കാണുന്നത് കുറെ ഫ്ലേർട്ടിങ് എനർജിയും കുറെ ഒരു പാഷന്റെ എനർജിയാണ് കാണുന്നത്. അപ്പൊ പാസ്റ്റില് കാര്യങ്ങള് മുമ്പോട്ടേക്ക് പോവുണ്ടായിരുന്നു, അപ്പോഴാണ് ഈ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവണേ. എന്താ വെച്ചാ എന്തോ ഇപ്പൊ റിയാലിറ്റി വന്നു, റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. പ്രാക്ടിക്കലി കാര്യങ്ങൾ ഓർക്കുമ്പോ, പ്രാക്ടിക്കലി കാര്യങ്ങൾ വിചാരിക്കുമ്പോ ഇവിടെ ഈ തേർഡ് പാർട്ടിയുടെ ഇപ്പൊ എന്താ ചെയ്യണ്ടേ, എന്താണ് ഫ്യൂച്ചർ, അതൊക്കെ നമ്മൾ ഇപ്പൊ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഹാർട്ട് ബ്രേക്ക് കാണാണ്ട് എന്താണ് നിങ്ങളുടെ കറന്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ അവർ കുറെ സോഷ്യൽ ആണ്, അവരുടെ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്, അവരൊരു വെൽ നോൺ പേഴ്സൺ ആണ്, അവരുടെ ഫാമിലി മാരേജിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർ സ്റ്റക്കാണ്. എന്താ വെച്ചാൽ സൊസൈറ്റിന്ന് വേണ്ടിയിട്ട് അവർ സ്റ്റക്കപ്പ് ആയിരിക്കണു. പക്ഷെ അതിന്റെ കാരണം നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്കും അറിയില്ല എന്താ വേണ്ടെന്ന്. ഇവിടെ പാഷൻ ഉണ്ട് ഈ പേഴ്സണ് വേണ്ടിയിട്ട്, പക്ഷെ ഈ സിറ്റുവേഷൻ
ഒരു സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ വേണ്ടെന്ന്. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് കപ്സ് ആണ്. അവര് ഡെഫിനറ്റ്ലി ഈ സമയത്ത് ഹാപ്പി അല്ല. അവരുടെ ലൈഫിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. അവർ അതിനെ ബോൾഡ് ആയിട്ട് ഫേസ് ചെയ്യാൻ നോക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാഷൻ ഉണ്ട്, ബട്ട് ഇവിടെ ഇമോഷണലി അവർക്ക് ഒരു സപ്പോർട്ട് മാതിരി ഫീൽ ചെയ്യില്ല. ഓർ അവരുടെ അവർ മാരീഡ് ആണെന്ന് വെച്ചാൽ അവരുടെ ആ റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പി അല്ല. അപ്പൊ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇന്റൻഷൻ? നിങ്ങളുടെ ഇന്റൻഷൻ എന്താ വെച്ചാൽ മുമ്പോട്ടേക്ക് പോകണം. പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്താ ഈ പേഴ്സന്റെ ഫ്യൂച്ചർ പ്ലാൻസ്. നിങ്ങൾക്ക് അറിയാം അതിപ്പോ ഒരു ചോയ്സ് ഉണ്ടാക്കേണ്ടി വരും എന്ന്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറെ ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ ഈ പേഴ്സൺ എന്താ ചൂസ് ചെയ്യാൻ പോണേ? ഈ പേഴ്സന്റെ ഇന്റൻഷനിൽ അവർ ഹീൽ ചെയ്യാൻ നോക്കുകയാണ്. അവർക്ക് ഇപ്പോ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കുറെ ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യണു. അവർക്ക് വേറെ ചാലഞ്ചസ് ഉണ്ട് ലൈഫിൽ. അപ്പൊ അവര് സമയമെടുത്ത് ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനം എടുക്കുക. പക്ഷെ ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. എന്താണ് ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ? ഫ്യൂച്ചർ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു റെന്യൂവൽഡ് എനർജി ഉണ്ട്, എന്തോ ഒരു എൻഡ് ആവണ എനർജി ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടാളുടെയും ലൈഫിൽ ഇപ്പോ ആ ഒരു സ്റ്റേജ് എത്തും. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോ ഒരു തീരുമാനം എന്തായാലും നിങ്ങൾ എടുക്കും. മേ ബി ഈ തീരുമാനം മുമ്പോട്ട് പോകാനുള്ള തീരുമാനമായിരിക്കാം. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാവാം. അതല്ല വെച്ചാൽ ഇതിനെ എൻഡ് ചെയ്യാനുള്ള തീരുമാനവും ആവാം. എല്ലാവർക്കും ഒരുമാതിരി ഔട്ട്കം കിട്ടില്ല. എന്താ വെച്ചാൽ എല്ലാവരുടെയും എനർജി വേറെ വേറെയാണ്. ഇതൊരു കളക്റ്റീവ് ക്യാൻസർ എനർജിയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾ തന്നെ ഒരു പ്രൈവറ്റ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്, പക്ഷെ അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഈ പേഴ്സന്റെ എന്താണ് സൈൻ? ഇവിടെ ഞാൻ കാണുന്നത് ലിയോ ഉണ്ട്, സ്കോർപിയോ, വെർഗോ, ലീബ്ര, ടോറസ്, കുറെ പൈസീസ് ഉണ്ട്, ഫയർ സൈൻസ് കുറെ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പൊ ഇവിടെ അക്വേറിയസ് വന്നിട്ടുണ്ട്, സ്കോർപിയോ വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, ആൻഡ് ഇവിടെ ലീബ്ര വന്നിട്ടുണ്ട്. അപ്പൊ ഈ പേഴ്സന്റെ മനസ്സിൽ തോട്ട്സ് എന്താണ് ഇപ്പോ? ഇല്ല, തോട്ട്സ് അവരുടെ മനസ്സിൽ എന്താണ്? അവർ പറയാൻ നോക്കണത് എന്താ വെച്ചാൽ ഐ വിഷ് തിങ്സ് കുഡ് ബി ഡിഫറെന്റ്. അപ്പൊ അവർക്കും ആ ഒരു റിഗ്രറ്റ് ഉണ്ട്, കാര്യങ്ങള് വർക്ക് ആവുന്നില്ല. യു കെയിം ക്ലോസർ ദാൻ എനി വൺ. ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിതൗട്ട് മീ. അപ്പൊ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു നോ കോണ്ടാക്ട് മാതിരി തന്നെയാണ് ഫീൽ ചെയ്യണത് എനിക്ക്. നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ ഇപ്പൊ ഒരു നോ കോണ്ടാക്ട് ആയിരിക്കാം. 2 കാർഡ്സ് ഇവിടെ വീണു. അൺറിക്വൈറ്റഡ് ലവ് വന്നിട്ടുണ്ട്. അൺറിക്വൈറ്റഡ് ശരിയാണ്. എന്താ വെച്ചാൽ ഇതൊരു ലവ് ഉണ്ടായിട്ടും ഇത് ഒരു സക്സസ്ഫുൾ ലവ് അല്ല. പറഞ്ഞാൽ ഇതൊരു മാരേജിലേക്ക് പോകുന്നില്ല. ഫ്ലേർട്ട് വന്നിട്ടുണ്ട്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. അപ്പോ എവിടെയോ യൂണിവേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ മേ ബി ഈ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാൾക്കും ഒരുമിച്ച് വരാൻ പറ്റില്ല വെച്ചാൽ മേ ബി മൂവ് ഓൺ ചെയ്യാനുള്ള സമയമായിരിക്കണം. പക്ഷെ അത് നിങ്ങളുടെ തീരുമാനമായിരിക്കും. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഇത് ബാധിക്കില്ല. അപ്പോ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമന്റ്സിൽ യെസ് എന്ന് എഴുതുക. ഞാൻ തിരിച്ചു വരും. ടേക്ക് കെയർ.